വയനാട്, കോഴിക്കോട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും തിരുവമ്പാടി മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിന് ഉതകുന്നതുമായ ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്കെതിരെ കപട പരിസ്ഥിതിവാദികളും തൽപര കക്ഷികളും നടത്തുന്ന നീക്കത്തിനെതിരെ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി സർവകക്ഷി യോഗം ചേർന്നു. തിരുവമ്പാടി അനുരാഗ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ സർവകക്ഷി യോഗത്തിൽ ലിൻഡോ ജോസഫ് MLA വിശദീകരണം നടത്തി. വയനാട്, കോഴിക്കോട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും തിരുവമ്പാടി മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിനുതകുന്നതുമായ ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്കെതിരായി കപട പരിസ്ഥിതിവാദികളും തൽപരകക്ഷികളും നടത്തുന്ന നീക്കത്തിനെതിരെ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സർവകക്ഷി യോഗം ചേർന്നത്. തിരുവമ്പാടി അനുരാഗ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ സർവകക്ഷി യോഗത്തിൽ ലിൻഡോ ജോസഫ് MLA വിശദീകരണം നടത്തി. മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. തിരുവമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ, കൂടരഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ്, കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ്, കൊടിയത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു, കാരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ T വിശ്വനാഥൻ, ബാബു പൈക്കാട്ടിൽ, ഷാജികുമാർ, CK കാസിം, TM ജോസഫ്, V കുഞ്ഞാലി, അഖിൽ, ഗുലാം ഹുസൈൻ, ബേബി മണ്ണംപ്ലാക്കൽ, ഫൈസൽ, ഷിനോയ് അടക്കപ്പാറ, VK വിനോദ്, ഫിലിപ്പ്, KM അബ്ദുറഹ്മാൻ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. സർവകക്ഷി യോഗത്തിൻ്റെ ഭാഗമായി തുടർ സമരങ്ങൾ ഏറ്റെടുക്കുന്നതിനും തീരുമാനമായി. ആനക്കാമ്പൊയിൽ മുതൽ തിരുവമ്പാടി വരെ കാൽനട ജാഥയും തുരങ്കപാത സംരക്ഷണ സദസ്സും സംഘടിപ്പിക്കാനാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.